സ്നേഹബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു പിശാച് ബാധിതനെ യേശു സുഖപ്പെടുത്തുന്ന രംഗമാണ് വിശദീകരിച്ചിരിക്കുക. ഈ പിശാച് ബാധിതന് 6 സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഇവൻ്റെ പ്രത്യേകത. ഇവന് 6 പ്രത്യേകതകൾ കാണിച്ച മനുഷ്യനായിരുന്നു. ഇവൻ്റെ ഒന്നാമത്തെ പ്രത്യേകത താമസം ശവക്കോട്ടയിലായിരുന്നു എന്നുള്ളതാണ്. അവൻ്റെ താമസം സിമിത്തേരിയിലായിരുന്നു, കിടപ്പ് മോർച്ചറിയിലായിരുന്നു, ഉറക്കം ശവപ്പെട്ടിക്കകത്തായിരുന്നു. ഇതായിരുന്നു പിശാച് ബാധിതൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. താമസം ശവക്കോട്ടയിലായിരുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ പ്രേതബാധിതൻ്റെ സ്ഥലത്ത് നമ്മളെ തന്നെ ഒന്ന് വെക്കണം. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മൾ താമസിക്കുന്നത് സിമിത്തേരിയിലാണ്, കിടക്കുന്ന മുറി ഒരു മോർച്ചറിയാണ്, കട്ടിൽ ഒരു പെട്ടിയാണ്. ചില സമൂഹങ്ങൾ സിമിത്തേരി കമ്മ്യൂണിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നമുക്കറിയാം എന്താണ് ഈ സിമിത്തേരിയുടെ പ്രത്യേകത. ഒരു സൾട്ടിക് സൈലൻസ്, മൂകമായ ഒരു നിശബ്ദത മൂടി നിൽക്കുന്ന സ്ഥലമാണ് സിമിത്തേരി. സംഭാഷണങ്ങളില്ല, വാദപ്രതിവാദങ്ങളില്ല, ഒരു മരവിപ്പ്, ഒരു നിശ്ചലത, ആകമാനം ഗ്രസിക്കും. ഇതാണ് സിമിത്തേരി. ചില സമൂഹമുണ്ടല്ലോ, തമ്മിൽ പറയാൻ നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. 4-5 പേരുടെ കൊച്ചു സമൂഹമായിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പം സംസാര വിഷയമൊന്നുമില്ല. കാണുമ്പം വിഷയദാരിദ്ര്യമാണ്. മറ്റുള്ളവരെ കാണുമ്പോൾ ഇഷ്ടം പോലെ വിഷയമുണ്ട്, പക്ഷെ തമ്മിൽ കാണുമ്പം സംസാരിക്കാനൊന്നുമില്ല. പിന്നെ ആകെപ്പാടെയുള്ള വിഷയം കാലാവസ്ഥയാണ്. എന്തൊരാവി, മുടിഞ്ഞ മഴ, ഒടുക്കത്തെ കൊതുക്, എന്നാ ബാറ്റയാ മൂട്ടയാ, ഇങ്ങനെ പറയാൻ ഇഷ്ടംപോലെ വിഷയമുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥ സൃഷ്ടിച്ച ദൈവത്തിന് 1000 നന്ദി. ഇല്ലെങ്കിൽ വിഷയദാരിദ്ര്യം കൊണ്ട് പല കമ്മ്യൂണിറ്റി അംഗങ്ങളും പണ്ടേ മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ചില സമൂഹം സിമിത്തേരിയാണ്. സംഭാഷണങ്ങളില്ല, സ്നേഹബന്ധങ്ങളില്ല. ഇന്ന് ഒരാത്മശോധന ചെയ്യ പ്രഭാതത്തിൽ ഈ സമൂഹവുമായി, ഇന്നൊരു വലിയ സമൂഹമാണ് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ, എങ്കിലും എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ സംഭാഷണങ്ങൾ, എൻ്റെ ശൈലികൾ ഒരു സിമിത്തേരി പോലെയാണോ, അതോ നല്ല ഒരു മാനുഷിക ബന്ധത്തിൻ്റെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ, അതോ ഞാൻ ഉള്ളിലേക്ക് വലിഞ്ഞ് ഒറ്റയ്ക്ക് വലിയുന്ന ഏകാന്തതയുടെ തടവറയിൽ, ഏകാന്തതയുടെ ദ്വീപിലേക്ക് സ്വയം വലിയുന്ന ഒരു വ്യക്തിത്വമാണോ? അപ്പോൾ ഇവൻ്റെ ഒന്നാമത്തെ പ്രത്യേകത താമസം സിമിത്തേരിയിലായിരുന്നു. ഇവൻ്റെ രണ്ടാമത്തെ പ്രത്യേകത തുണി ഉടുക്കാൻ മടിയായിരുന്നു. മിസ്റ്റർ ദിഗംബരൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. വസ്ത്രം ധരിക്കാൻ വലിയ മടി കാണിച്ചവൻ. നമ്മൾ ചില ആൾക്കാരുണ്ട് ഈ വസ്ത്രം ധരിക്കാൻ മടി കാണിക്കുന്നവർ. എന്താണ് ഈ മടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ ആരും പഠിപ്പിക്കേണ്ട, എന്നെ ആരും ഉടുപ്പിക്കേണ്ട, എന്നെ ആരും നന്നാക്കാനും നോക്കണ്ട, എനിക്ക് എൻ്റെ വഴി, എൻ്റെ ബുദ്ധി, എൻ്റെ യുക്തി, ഞാൻ ഒറ്റയാൻ, എൻ്റെ സൗകര്യം പോലെ ജീവിക്കും, എൻ്റെ തോന്നൽ പോലെ ചെയ്യും, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും, എന്നെ ആരും ആവരണം ചെയ്യേണ്ട, എന്നെ ആരും പൊതിയേണ്ട, എന്നെ ആരും പഠിപ്പിക്കേണ്ട, എനിക്കൊരു മൂല്യങ്ങളും എനിക്കാരും ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ട, എനിക്ക് എൻ്റേതായ ശൈലിയുണ്ട്. ഈ ഒറ്റയ്ക്കുള്ള പോക്ക്, ഇതാണ് വിവസ്ത്രൻ. ഒന്നും സ്വീകരിക്കാൻ മനസ്സില്ല, ഒന്നും ഉൾക്കൊള്ളാൻ മനസ്സില്ല, ഒന്നും കൊണ്ടും പൊതിയാൻ മനസ്സില്ലാത്ത അവസ്ഥ. ഇവൻ വിവസ്ത്രനായിരുന്നു. ഇവൻ്റെ മൂന്നാമത്തെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്, ഇവൻ ബന്ധങ്ങൾ മുറിച്ചവനായിരുന്നു. ബന്ധങ്ങൾ മുറിച്ചവൻ. ഒന്നുകൊണ്ടും ബന്ധിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഒരു ബന്ധങ്ങളും ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ട്. എന്തെല്ലാം നന്മ ആരെല്ലാം ചെയ്താലും ഒരു നിമിഷം നമുക്കൊരു ചെറിയ ഇഷ്ടക്കേട് വന്നാൽ മതി, ആ ബന്ധം നമ്മൾ മുറിച്ച് ദൂരെ കളഞ്ഞു. പരിപാലിച്ച വഴികളും നടത്തിയ കരങ്ങളും എല്ലാം മറന്നിട്ട് ഒരു നിമിഷം കൊണ്ട് സകല ബന്ധങ്ങളോട് നോ പറയുന്ന, എന്തിനേയും മുറിക്കുന്ന, പാഴുവാക്കുകൊണ്ടും നൊമ്പരപ്പെടുന്ന കമൻ്റ് കൊണ്ടും ബന്ധങ്ങൾ മുറിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ? ഒരുപക്ഷെ നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതം ഒരു പട്ടം പോലെയാണ്. ഒരു പട്ടം പോലെ, നൂല് പൊട്ടിയ പട്ടമായി നമ്മൾ ആരും മാറരുത്. നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ചരട് ഏതെങ്കിലും കരങ്ങളിൽ നമ്മളൊക്കെ കൊടുക്കണം. അരുത് മോനെ എന്ന് പറയുന്ന, തിരുത്തുന്ന ഒരു ശക്തി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണം. ഒന്നെങ്കിൽ ഒരു സീനിയർ വൈദികനായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം പെറ്റ അമ്മയായിരിക്കാം, അല്ലെ ജനിപ്പിച്ച അപ്പനായിരിക്കാം, ഒരു പെങ്ങളായിരിക്കാം, സുഹൃത്തായിരിക്കാം. ആരെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വേണം. മോനെ, നീ ഇത് ചെയ്യുന്നത് ശരിയല്ല, ഇത് ശരിയല്ല, ഈ പോക്ക് പോയാൽ ഒരു പോക്കാണ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വേണം. എല്ലാ ബന്ധങ്ങളും മുറിച്ചാൽ ദിശാബോധം നഷ്ടപ്പെട്ടൊരു പട്ടം പോലെ നമ്മൾ അലിഞ്ഞു പോകും. അപ്പം നമ്മളെ നിയന്ത്രിക്കാൻ ആരെങ്കിലും വേണം. ബന്ധങ്ങൾ മുറിച്ചു. ഇതായിരുന്നു പിശാച് ബാധിതൻ്റെ മൂന്നാമത്തെ പ്രത്യേകത. ഇവൻ്റെ നാലാമത്തെ പ്രത്യേകത എന്തെന്നാൽ, ഇവൻ
അലറി നിലവിളിച്ചുകൊണ്ടിരുന്നു. അലറി നിലവിളിക്കുക. ഈ അലറി നിലവിളിക്കുന്ന സ്വഭാവം പിശാചുബാധയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ആരെങ്കിലും ഒന്ന് തിരുത്തിയാൽ മതി, തിരുത്തുന്നവരോട് പൊട്ടിത്തെറിക്കുക. ആരെങ്കിലും പറയുന്നത് ഇത് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അവരോട് ശോഭിക്കുക, കോപിക്കുക. സത്യം കേട്ടാൽ അലറുന്ന സ്വഭാവം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് പിശാചുബാധയാണ്. ഈശോ സത്യം പറഞ്ഞു, ഞാൻ ദൈവപുത്രനാണെന്ന് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ പ്രധാന പുരോഹിതൻ അങ്കി കീറി എന്നാ പറയുക. ഈ സത്യം കേൾക്കുമ്പോൾ അങ്കി കീറുന്ന സ്വഭാവം, അലറുന്ന സ്വഭാവം നമുക്കുണ്ടോ? ഈ അലറുന്ന സ്വഭാവം പിശാചുബാധയുടെ വലിയൊരു ലക്ഷണം. അതുകൊണ്ടാണ് പറയുക, 3 കൂട്ടം ആൾക്കാരെ വിശ്വസിക്കാൻ കൊള്ളുകയല്ലെന്നാണ് പറയുക. 3 കൂട്ടം ആൾക്കാരെ. 1, ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയുമ്പോൾ യു നോ ഇറ്റ് എന്നും പറഞ്ഞ് ആരംഭിക്കുന്നവരെ അധികം വിശ്വസിക്കരുതെന്നാണ്. കാരണം ഇവർക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുക. യു നോ ഇറ്റ് എന്നും പറഞ്ഞ് ആരംഭിച്ചു കഴിഞ്ഞാൽ. 2, സംസാരത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ണ് അടച്ചുകൊണ്ട് വർത്താനം പറയുന്നവരെ വിശ്വസിക്കരുത്. കാരണം ഭയങ്കരമായ കള്ളത്തരം ഉള്ളിലുണ്ടെന്നാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു കണ്ണ് ഇറുക്കി കാണിച്ചുകൊണ്ട് മറുപടി പറയുന്നവർ. 3 പറയുന്നത് ഒരുപാട് സ്വരം ഉണ്ടാക്കുന്നവരെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. ഒത്തിരി സ്വരം ഉണ്ടാക്കുന്നവരെ. 2 കൂട്ടം ജീവികളാണ് ഒരുപാട് സ്വരം ഉണ്ടാക്കുക. ഈ സ്വരം ഉണ്ടാക്കുന്ന ജീവികളിൽ നിന്നും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാനുമില്ല ഒരു റിട്ടേൺ. ഏറ്റവും കൂടുതൽ സ്വരം ഉണ്ടാക്കുന്ന 1ാമത്തെ ജീവി കോഴിപ്പടയാണ്. കോഴിപ്പട എന്തൊരു സ്വരമാണ്! നാട്ടുകാരെ വീട്ടുകാരെ ഓടിവാ, ഒരു മഹാത്ഭുതം കൊട്ടക്കീഴേ നടക്കാൻ പോകുന്നു. വലിയ അത്ഭുതം. വീട്ടിലെ അമ്മ പ്രതീക്ഷയോടെ കോഴിയെ പിടിച്ച് കൊട്ടയുടെ കീഴേ ഇട്ടു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ ടാജ്മഹലും പിരമിഡും കഴിഞ്ഞാൽ അടുത്ത മഹാത്ഭുതം നടന്നിരിക്കുന്നു. കൊട്ട പൊക്കി നോക്കി ഇത്രയും മുഴുവൻ ഒരു പീറ മുട്ട, ഇത് ഇടാൻ വേണ്ടി ഇത്രയും വലിയ ശബ്ദം. താറാവ് നല്ല ഉഗ്രം മുട്ട, ഊറ്റം മുട്ട ടക് ടക് ഇട്ടിട്ട് പോകും, ഒരു ബഹളവും വെക്കുകയില്ല. പക്ഷേ കോഴിയോ ഒരു കുഞ്ഞു മുട്ടയിടാൻ വലിയ ബഹളം. ഈ ബഹളത്തിന് ആനുപാതികമായിട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. 2ാമത് വലിയ സ്വരം ഉണ്ടാക്കുന്ന ജീവി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരാണ്. എന്തോ ഒരു ബഹളമാണ്. സഹാക്കളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിയോജക മണ്ഡലത്തിൻ്റെ അഭിമാന സ്തംഭനമായവൻ കല്ലിടാൻ വരുന്നു. എന്തോ ഒരു അനൗൺസ്മെൻ്റ്. അവസാനം ഒരു കല്ല് മാത്രം ബാക്കി, കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരുപാട് അലറി സ്വരം ഉണ്ടാക്കിയോ ആനുപാതികമായിട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇപ്പം പിശാചുബാധയുടെ 4ാമത്തെ ലക്ഷണം അലറി സ്വരം ഉണ്ടാക്കുക, ഒത്തിരി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവൻ്റെ 5ാമത്തെ പ്രത്യേകത, ഇവൻ സ്വയം മുറിച്ചുകൊണ്ടിരുന്നു. ഉണ്ടക്കല്ലും ഉരുളൻകല്ലും മിറ്റിലും കമ്പും കോലും കരിക്കട്ടെ എടുത്ത് ഇവൻ മുറിച്ചുകൊണ്ടിരുന്നു. സ്വയം മുറിച്ചുകൊണ്ടിരുന്നു. പിശാചുബാധയുടെ ലക്ഷണമാണ് സ്വയം മുറിക്കൽ. നമുക്കുണ്ട് ഈ സ്വയം മുറിക്കൽ. അപകർഷതാബോധം കൊണ്ട് സ്വയം മുറിക്കുന്നവർ, അപര്യാപ്തതാബോധം, ആത്മവിശ്വാസക്കുറവ്, ഇങ്ങനെ സ്വയം മുറിക്കും. എന്തൊക്കെ പറഞ്ഞോണ്ടാണ് ഈ സ്വയം മുറിക്കൽ? എൻ്റെ വീട്ടുകാർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല, മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ ഈടില്ല, എൻ്റെ ഫാമിലി ഇടവകയിൽ അത്ര ശ്രദ്ധിക്കപ്പെടുന്നതല്ല, കുടുംബ പശ്ചാത്തലം മോശമാണ്, എന്നെ കാണാൻ ഭംഗിയില്ല, എൻ്റെ നിറം കറുപ്പാണ്, ദിവസം 3 പ്രാവശ്യം ഷേവ് ചെയ്യുക, 10 പ്രാവശ്യം പൗഡർ ഇടുക, ഈ കറുപ്പ് നിറം ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി. എനിക്ക് പൊക്കം കൂടുതലാണ്, അതുകൊണ്ട് വളഞ്ഞു വളഞ്ഞ് നടക്കുക. എനിക്ക് പൊക്കം കുറവാണ്, അതുകൊണ്ട് ഞെളിഞ്ഞ് നടക്കുക. എനിക്ക് വളരെ പൊക്കക്കുറവ്, അതുകൊണ്ട് ബാസ്കറ്റ് ബോൾ ഉരുണ്ടുരുണ്ട് ഓടി ഓടി പോവുക. ഈ കോമ്പൻസേറ്റ് ചെയ്യുമല്ലോ, സൈക്കോളജിക്കൽ കോമ്പൻസേഷൻ. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു സ്വയം മുറിക്കുന്ന മനുഷ്യരുണ്ട്. മുറിക്കുന്നവർ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞ കമൻ്റ് ആയിരിക്കാം പ്രശ്നം. നന്നായിട്ട് കറുത്ത ആളെ നമുക്ക് ഒരുത്തം പറയാം, ഓ എന്നാ കറുപ്പാടായത്, പവർ കട്ടിനുണ്ടായതാണ്, ഇത്രയും വലിയ കറുപ്പ് ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു കോംപ്ലക്സ് ആയിട്ട് മാറുക. പിന്നെ ഈ കോംപ്ലക്സ് ഉള്ളി വഹിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട് നിറത്തെക്കുറിച്ച്. അല്ലെങ്കിൽ പറയുക, അല്പം പല്ലു പൊങ്ങിയ ആളെ നോക്കി, ഓ ഇത്രയും ഉന്തിയ മോണയും തള്ളിയ പല്ലും ഇതുവരെ കണ്ടിട്ടില്ല, ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്താൽ ചില്ല് പോലും പൊട്ടിപ്പോകുമല്ലോ. പിന്നെ എപ്പോഴും മോണലിങ്ങനെ അമുക്കിക്കൊണ്ട് നടക്കുക, ചുടി കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുക, ഇതൊക്കെയാണ് അപകർഷതാബോധം എന്ന് പറയുക. ഇങ്ങനെയുള്ളൊരു സ്വയം മുറിച്ചുകൊണ്ടിരിക്കും. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഈ മുറിക്കൽ അപ്പം അങ്ങനെയുള്ളവരുടെ സ്വയം മുറിക്കുക. ഈ മുറിക്കുന്നവരുടെ 6ാമത്തെ അപകടമാണ് അവർ മറ്റുള്ളവരെ മുറിച്ചുകൊണ്ടിരിക്കും. മുറിക്കുന്നവർ സ്വയം മുറിക്കുകയല്ല, മറ്റുള്ളവരെ മുറിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കാട്ടിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട മൃഗം ചെന്നായോ കരടിയോ പുലിയോ സിംഹമോ അല്ല, വേടൻ്റെ അമ്പേറ്റ് നായാട്ടുകാരന് വെടിയുണ്ട ഏറ്റിട്ട് ചാകാതെ മുറിവോടെ രക്ഷപ്പെട്ട മൃഗത്തെ ഏറ്റവും പേടിക്കണം. കാരണം മുറിവേറ്റ മൃഗം മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. മുറിവേറ്റ മൃഗം മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ മുറിപ്പെടുത്തൽ നമ്മളിലൂടെ സംഭവിക്കും. എൻ്റെ കോംപ്ലക്സുകൾ കൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ മേൽ കുതിര കയറും. എൻ്റെ മുറിവുകളെ മറ്റുള്ളവരുടെ മേൽ ആരോപണമാക്കി ഞാൻ മാറ്റും. എൻ്റെ കൊച്ചു നൊമ്പരം കൊണ്ട് ഞാൻ ക്ഷിപ്രകോപികളായി മറ്റുള്ളവരെ അടിമപ്പെടുത്താൻ നോക്കും. ഇതായിരുന്നു പിശാചുബാധയുടെ 6ാമത്തെ ലക്ഷണം. ഇത്രയും പ്രകടനങ്ങൾ കാഴ്ചവെച്ച് അവനോട് ഈശോ ഒരു ചോദ്യം ചോദിച്ചു. യേശുവിൻ്റെ ചോദ്യം എപ്പോഴും സിംഗുലറായിട്ടാണ്, ഏകവചനമാണ്. മോനെ, നിന്റെ
പേരെന്നാ? പക്ഷേ അവൻ്റെ മറുപടി പ്ലൂറലായിരുന്നു, ബഹുവചനം. നീ എന്ന് പറഞ്ഞാൽ പോരാ, ഈ നിൽക്കുന്നത് ഞങ്ങളാണ്, ഒരു ഗ്രൂപ്പ്, ഒരു ജില്ലാ സമ്മേളനമാണ് ഈ നിൽക്കുന്നത്. കണ്ടാൽ ഒന്നേ ഉള്ളെങ്കിലും 100 അകത്തുണ്ട്. ലഗിയോൻ, ലീജിയൻ, 100 100-ലധികമോ ഒരു വലിയ ബറ്റാലിയനെ ഉള്ളി വെച്ചോണ്ടാ നിപ്പ്. ഇത് ഞാനല്ല, ഇത് ലഗിയോൻ, ഒരു ഗ്രൂപ്പാണ് ഈ നിൽക്കുന്നത്. ഞാൻ സത്യസന്ധനായൊരു വൈദികനാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, അച്ഛൻ്റെ പേരെന്നാ? ഞാൻ പറയേണ്ട മറുപടി ഫാദർ ലഗിയോൻ കപ്പുച്ചിൻ, ഭരണജ്ഞാനത്തു നിന്ന് വരുന്നു. ഫാദർ ലഗിയോൻ, ബ്രദർ ലഗിയോൻ, സിസ്റ്റർ ലഗിയോൻ, മിസ്റ്റർ ലഗിയോൻ, മിസ്സസ് ലഗിയോൻ, എത്രയോ ലഗിയോന്മാരുണ്ട് ഈ ലോകത്ത്. കാരണം ഞാനൊരു ലഗിയോനാണ്. കുർബാനക്കുപ്പായി ഇട്ടുകൊണ്ട് അൾത്താരെ നിൽക്കുന്ന കണ്ടാൽ അന്തോണിസ് പുണ്യാളുടെ ഷെയ്പ്പായിരിക്കും. പുറത്തോട്ട് ഇറങ്ങുമ്പോഴോ അന്താരാഷ്ട്ര ബ്ലേഡ്, കാശിടപാടുകളിൽ ഇന്റർനാഷണൽ പിശുകൻ, കടുംപിടുത്തത്തിൽ സദ്ദാം ഹുസൈൻ 2ാം സ്ഥാനം, ആർത്തിയിൽ ജോർജ് ബുഷ് പുറകെ പോകും. കണ്ടാൽ ഒന്നേ ഉള്ളൂ, 5 എണ്ണം അകത്തിരിപ്പുണ്ട്. ഇപ്പം പോരുന്ന വഴിക്ക് കോട്ടയത്ത് നിന്ന് കയറി ബാംഗ്ലൂർ ടിക്കറ്റ് എടുത്ത് കണ്ടക്ടർ വന്നിട്ട് ടിക്കറ്റ് എന്ന് പറയണം 5 ടിക്കറ്റ്. ഒരാളെ കാണുന്നുള്ളല്ലോ, ബാക്കി 4 പേരെവിടെ? പൊന്ന് കണ്ടക്ടറെ, കണ്ടാൽ ഒന്നേ ഉള്ളെങ്കിലും 4 പേരും കൂടെ അകത്തിരിപ്പുണ്ട്, അതുകൊണ്ട് 5 ടിക്കറ്റ്. ഇനി അടുത്ത അവധിക്ക് തിരിച്ചു പോകുമ്പം പഴയ കണ്ടക്ടർ വീണ്ടും വരും, തരട്ടെ 5 എണ്ണം? വേണ്ട 1 എണ്ണം. എന്നാ പറ്റി? 4 എണ്ണത്തെ വാർഷിക ധ്യാനത്തിൽ ഇറക്കി വിട്ടു, ഇനി ഒന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രത്യേകത. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ലഗിയോന്മാരെ ഇറക്കാനുള്ള സമയമാണ് ആനുവൽ റിട്രീറ്റ് എന്നൊക്കെ പറയുക. ഓരോ മന്ത്രി ഇലക്ഷനും ആനുവൽ റിട്രീറ്റും ഓരോ കൺവെൻഷനും ഒക്കെ എൻ്റെ ഉള്ളിലുള്ള ലഗിയോൻ സ്വഭാവത്തെ മാറ്റി സുതാര്യമായ വ്യക്തിത്വം ആർജിക്കാനുള്ള ഒരവസ്ഥ ദൈവം തരുന്നതാണ്. യേശുവിൻ്റെ പ്രത്യേകത അതായിരുന്നല്ലോ. എബ്രായർ 13:8, കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. അവന് പല സ്വഭാവങ്ങളില്ല, പല രീതികളുമില്ല. അവൻ എന്നും ഇന്നും എന്നും ഒരുവൻ തന്നെ. ഈ ഒരു ട്രാൻസ്പെറൻസി ഓഫ് പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിൻ്റെ സുതാര്യതയിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മളെ വിളിക്കുക. അപ്പം ആ ഒരു ഉൾക്കാഴ്ച ഈ പ്രഭാതബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് യാചിക്കാം. എൻ്റെ കർത്താവിന് ചേരാത്തത് എന്തെങ്കിലും എൻ്റെ ഉള്ളിലുണ്ടോ? ദൈവ തിരുമനസ്സിന് ചേരാത്ത ഏതെങ്കിലും ചിന്താധാരകൾ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ? അതിൽ നിന്നും വിടുതൽ പ്രാപിക്കാനും ആ ദൈവത്തിലേക്ക് അടുക്കുവാനും കർത്താവിന് ഇഷ്ടമില്ലാത്തതെല്ലാം എന്നിൽ നിന്നും മാറ്റി സ്വീകാര്യമായ ഒരു വ്യക്തിത്വം കരുപിടിപ്പിക്കുവാൻ ആ ആദിമ വിശുദ്ധിയിലേക്ക് തിരിച്ചു പോകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.